ഹലോ, അപ്പോൾ എല്ലാവർക്കും തംബ്നെയിലും ക്യാപ്ഷനൊക്കെ കണ്ടപ്പോൾ അറിയായിരിക്കും ഇത് നമ്മുടെ ആദ്യത്തെ ഗിവ് അവേ വീഡിയോ ആണ്. നമ്മൾ 1K ഫാമിലി ആയതിൻ്റെ സന്തോഷത്തിൽ പ്ലാൻ ചെയ്ത വീഡിയോ ആണിത്. പക്ഷേ അപ്ലോഡ് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും നമ്മൾ 2K ആയി. എന്നാലും ആദ്യമായിട്ട് 1K ആവുന്ന ആ ഒരു മൊമെൻറ്റ് നമുക്ക് ഭയങ്കര സ്പെഷ്യൽ ആയിരിക്കുമല്ലോ. ഞാൻ ആദ്യമേ പറയാം, ഇതൊരു ചെറിയ ഗിവ് അവേ ആണ്. ഒരുപാട് വലിയ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റുകളൊന്നും തരാറായിട്ടില്ല ഞാൻ. എന്നാലും ഇതെൻ്റെ ഒരു ആഗ്രഹം കൊണ്ട് നടത്തുന്നതാണ്. നിങ്ങൾ ഈ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടിട്ടുള്ള ആളാണെങ്കിൽ മനസ്സിലാവും, ഇപ്പോൾ വീഡിയോയിൽ കാണിക്കുന്നതൊക്കെ നമ്മൾ ഈ ചാനലിന് വേണ്ടി വരച്ച ഡ്രോയിങ്സ് ആട്ടോ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഇതൊക്കെയാണ് ചെയ്ത് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ ഒരുപാട് റിക്വസ്റ്റ് വരുന്നത് ഡ്രോയിങ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ പേര് എഴുതാൻ വേണ്ടിയിട്ടാണ്. ഈ കാണുന്നതൊക്കെ അതിനുവേണ്ടി ചെയ്തതാണ്. ഇനിയും ഒരുപാട് പേരുടെ എഴുതാനുണ്ട്. അവരൊക്കെ ക്ഷമയോടെ വെയിറ്റ് ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ചെയ്യുന്നതുകൊണ്ടാട്ടോ സമയം എടുക്കുന്നത്, അല്ലാതെ ആരെയും മനഃപൂർവ്വം അവോയ്ഡൊന്നും ചെയ്യില്ല. അപ്പോൾ ഗിവ് അവേയുടെ കാര്യം അറിയാൻ വേണ്ടി വന്നവരെ ബോറടിപ്പിക്കുന്നില്ല, പെട്ടെന്ന് തന്നെ നമുക്കതിലേക്ക് കിടക്കാം. നിങ്ങളോട് ഗിവ് അവേയുടെ കാര്യങ്ങൾ പറയുന്ന കൂട്ടത്തിൽ ഒരു ഡൂഡിലിംഗ് ചെയ്യാമെന്ന് കരുതി എടുത്തതാട്ടോ ഇത്. ആദ്യം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒരു വലിയ താങ്ക്സ് ആട്ടോ. താങ്ക് യു സോ മച്ച്. മുമ്പും ചാനലൊക്കെ തുടങ്ങിയിട്ട് പാതി വഴിയിൽ നിർത്തിപ്പോയിട്ടുള്ളതുകൊണ്ട് ഇപ്പോൾ ഈ കിട്ടുന്ന റെസ്പോൺസ് ഉണ്ടല്ലോ, അതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. നമ്മൾ തുടങ്ങിയിട്ടേ ഉള്ളൂ, അപ്പോൾ ഇനി അങ്ങോട്ടും എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാവണം. അപ്പോൾ ഞാൻ ഗിവ് അവേ ആയിട്ട് തരുന്നത് എന്തൊക്കെയാണെന്ന് പറയാം. ഇപ്പം നമ്മൾ ഡ്രോയിങ് ചെയ്തിട്ട് സബ്സ്ക്രൈബേഴ്സിൻ്റെ പേരെഴുതുന്ന വീഡിയോസ് ഇടാറില്ലേ, അതുപോലൊരു ഡ്രോയിങ് ആണ് ഞാൻ തരുന്ന ആദ്യത്തെ ഗിഫ്റ്റ്. ഇപ്പോൾ ഞാൻ ആ ഡ്രോയിങ്സ് ചെയ്യുന്നത് ഒരു DIY സ്കെച്ച് ബുക്കിലാണ്. പക്ഷേ ഗിവ് അവേ വിന്നറിന് വേണ്ടി വരയ്ക്കുമ്പോൾ ഒരു പ്രത്യേകം പേപ്പറിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടായിരിക്കും വരയ്ക്കുന്നത്. അതും നിങ്ങളുടെ ഫുൾ നെയിം എഴുതിയിട്ട് ഫ്രെയിം ചെയ്ത് നിങ്ങൾക്ക് നേരിട്ട് അയച്ചു തരുമായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഞാനൊരു വീഡിയോയിൽ ചോദിച്ചിരുന്നു നമ്മൾ ഗിവ് അവേ വെക്കുമ്പോൾ എന്തൊക്കെ ഗിഫ്റ്റാണ് വേണ്ടതെന്ന്. അപ്പോൾ വന്ന സജഷൻസിൽ കുറേ പേര് ചോക്ലേറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് തരുന്ന ഗിഫ്റ്റിൽ എന്തായാലും ചോക്ലേറ്റ്സ് ആഡ് ചെയ്തിട്ടുണ്ടാവും. ഇനി ഇത് രണ്ടും കൂടാതെ ഒരു സർപ്രൈസ് ഗിഫ്റ്റും കൂടി ഉണ്ടാവും. അതെന്താണെന്ന് ഇപ്പോൾ പറയുന്നില്ല. ആരാണ് വിന്നേഴ്സായിട്ട് വരുന്നതെന്ന് നോക്കട്ടെ, എന്നിട്ട് അവർക്കും കൂടി ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ഒരു ഐറ്റം ഞാൻ ആഡ് ചെയ്യാം. മറ്റുള്ള ഗിവ് അവേസിനെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതത്ര വലിയ ഗിവ് അവേ ഒന്നും അല്ല എന്ന് എനിക്കറിയാം. പക്ഷേ നമ്മൾ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, മോണറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ഫാമിലി വലുതാവുന്നതിനനുസരിച്ച് നമുക്ക് ഗിവ് അവേയും വലുതാക്കാം. പിന്നെ നമ്മൾ 2 വിന്നേഴ്സിനെ ആയിരിക്കും സെലക്ട് ചെയ്യുന്നത്. പിന്നെ എത്രത്തോളം കമൻസ് വരുന്നുണ്ടെന്ന് നോക്കട്ടെ, എന്നിട്ട് ആവശ്യം വന്ന വിന്നേഴ്സിൻ്റെ എണ്ണം നമുക്ക് കൂട്ടാം. ഇനിയാണ് ഗിവ് അവേയുടെ മെയിൻ പാർട്ട്, റൂൾസ് എന്തൊക്കെയാണെന്ന് പറയാം. ഇത് നമ്മൾ സബ്സ്ക്രൈബേഴ്സിന് കൊടുക്കുന്ന ഗിവ് അവേ ആണല്ലോ, അപ്പോൾ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിരിക്കണം. പിന്നെ ചെയ്യേണ്ടത് കമൻറ്റ്. എന്താണ് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് നിങ്ങളുടെ പേര്, പിന്നെ സ്ഥലം, പിന്നെ ഞാൻ നിങ്ങൾക്ക് വരച്ചു തരേണ്ട ഡ്രോയിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ മനസ്സിലായോ? നിങ്ങൾ ഷോർട്സിലൊക്കെ കമൻറ്റ് ചെയ്യാറില്ലേ, മുസ്ലിം ഗേള്, ഹിന്ദു ഗേള്, ട്രഡീഷണൽ ലുക്ക് വേണം, ഈ ടൈപ്പ് ഡ്രസ്സ് വേണം, ഡ്രസ്സിന് ഇന്ന കളർ വേണം എന്നൊക്കെ. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് കഥ എഴുതി കഷ്ടപ്പെടുകയൊന്നും വേണ്ട. ഏത് ലുക്കാണ് വേണ്ടതെന്നും ഏത് കളർ ഡ്രസ്സാണ് വേണ്ടതെന്നും പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തേക്കണേ. അത് ഞാനൊരു റൂളായിട്ടൊന്നും പറഞ്ഞല്ല, എന്നാലും ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. അപ്പോൾ മെയിനായിട്ട് 2 റൂളേ ഉള്ളൂ, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കമൻറ്റ് ചെയ്യേണ്ടത് പേര്, സ്ഥലം, എന്ത് ടൈപ്പ് ഡ്രോയിങ്ങാണ് വേണ്ടതെന്ന്. അപ്പോൾ ഗിവ് അവേയുടെ വിന്നേഴ്സിനെ നമ്മൾ അനൗൺസ് ചെയ്യുന്നത് 10-ാം തീയതി ആയിരിക്കും, ഓഗസ്റ്റ് 10. ഓഗസ്റ്റ് 9-ാം തീയതി 9 മണി വരെ നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. അതുവരെ വരുന്ന കമൻസിൽ നിന്നായിരിക്കും നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ 10 ദിവസം ഉണ്ട് നിങ്ങൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ. വേഗം പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. പിന്നെ ഷോർട്സിൽ പേര് കമൻറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഡ്രോയിങ്സ് നമ്മൾ ഇനിയും ചെയ്യുന്നുണ്ട്, അത് നിർത്തിയിട്ടൊന്നുമില്ല. അവിടെ പേര് കമൻറ്റ് ചെയ്യുന്നവരൊക്കെ കുറച്ച് ക്ഷമയോടെ ഒന്ന് കാത്തിരുന്നാൽ മതി. എല്ലാവരെയും നമുക്ക് കൺസിഡർ ചെയ്യാം. എന്നാൽ പിന്നെ ഞാൻ നിങ്ങളുടെ ഒരുപാട് സമയം വേസ്റ്റ് ആക്കി കളയുന്നില്ല. ഇനിയും പുതിയ വീഡിയോസൊക്കെ ആയിട്ട് വരാം. നിങ്ങളെല്ലാവരും ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കണം. വൺസ് അഗെയിൻ താങ്ക് യു സോ മച്ച്. എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബി ഹാപ്പി.